കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 12:10. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ആരും നമ്മെ അപമാനിക്കുന്നതോ ഉപദ്രവിക്കുന്നതോ നമുക്കൊരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരെയും സൂക്ഷ്മതയോടെ നോക്കി കണ്ട് കഴിവതും ആരും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കാതെ ജീവിക്കാനാണ് നാം ഇഷ്ടപ്പെടുന്നത്. എന്നാൽ പോലും പ്രതീക്ഷിക്കാതെ ചിലർ നമുക്ക് ശത്രുക്കളായെന്ന് വരും. പല തെറ്റിദ്ധാരണകൾ കൊണ്ട് പലരും നമുക്കെതിരെ തിരിഞ്ഞെന്ന് വരും. നമ്മുടെ ബലഹീനത പലർക്കും മുതലെടുപ്പിന് കാരണമാകാം. ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമ്മെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയേ തീരൂ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ബലഹീനതയും കയ്യേറ്റവും ബുദ്ധിമുട്ടും ഒക്കെ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രസ്താവിക്കുന്നത് നാം എല്ലാം ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിനാണ് അദ്ദേഹം മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകളെയാണ് ഈ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യമായി സുവിശേഷം ഒരു ദേശത്ത് അറിയിക്കുമ്പോൾ അവർ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് മുൻകൂട്ടി പറയാനാവില്ല. ചിലർ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കും, സുവിശേഷം അറിയിക്കുന്നവരെ ബഹുമാനിക്കും. എന്നാൽ ചിലർ യാതൊരു ചിന്തയുമില്ലാതെ കണ്ണടച്ചെതിർക്കും, സുവിശേഷകരെ ഉപദ്രവിക്കും. ഇത്തരം ബുദ്ധിമുട്ടുകൾ സന്തോഷത്തോടെ സഹിക്കുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. അപ്പോസ്തലൻ ഇത്തരം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതിന് ഒരു കാരണം കൂടെ തൊട്ട് മുൻ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തി തന്നിൽ ആവസിക്കുന്നു എന്നതാണ്. എന്തൊക്കെ ക്ലേശങ്ങൾ ഉണ്ടായാലും അതിൻ്റെ മുന്നിൽ തളരാതെ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ ദൈവം ശക്തി നൽകുന്നു. ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മ ശക്തി നമ്മിൽ നിറച്ചത് യാതൊന്നിനാലും മടുത്തു പോകാതെ മുന്നോട്ട് പോകാനാണ്. ജീവിതം കൊണ്ടും സന്ദേശങ്ങൾ കൊണ്ടും ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുക. അതിനായി ദൈവം നമ്മെ അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കുന്നു എന്നതാണ് ദൈവിക വാഗ്ദത്തം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.